മാം എന്തൊക്കെയാ വേണ്ടത്? അത് പിന്നെ കളേഴ്സ് ഉണ്ടോ? എല്ലാതരം കളേഴ്സ് ഉണ്ട് മാഡം. ഏത് കളേഴ്സാ പറയുന്നേ? അത് പിന്നെ ചേട്ടാ, നമ്മൾ ഈ ഡ്രോയിങ്ങിന് യൂസ് ചെയ്യുന്ന കളേഴ്സ് ഇല്ലേ, അത്. ഡ്രോയിങ് കളേഴ്സ് തന്നെ. അതില് ഏത് ടൈപ്പാ വേണ്ടേന്നാ ചോദിച്ചേ? അല്ല, ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? അത് പിന്നെ ഓയിൽ പേസ്റ്റ്, അതുപോലെ തന്നെ പേസ്റ്റൽ കളർ ഉണ്ട്, അതേപോലെ തന്നെ വാട്ടർ കളർ ഉണ്ട്, ദെൻ ഫാബ്രിക് പെയിന്റ്സും ഉണ്ട്. ഏടി പെണ്ണേ, നിനക്ക് ഇതിനെ പറ്റി വല്ല ധാരണ ഉണ്ടോ? എനിക്കോ? നിനക്കെന്നെ? അയ്യോ, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കണേ. ഞാനിപ്പോ ഏത് കളേഴ്സ് ആയിരിക്കും പറയുന്നുണ്ടാവുക? നീ ഏതെങ്കിലൊക്കെ പറഞ്ഞൂടെ അങ്ങോട്ട്. നീ പേസ്റ്റൽ കളേഴ്സ് എന്ന് പറഞ്ഞു നോക്ക. എനിക്ക് തോന്നുന്നത് അത് നമ്മൾ പല്ലിക്കുന്ന ടൂത്ത് പേസ്റ്റ് പോലത്തെ ആയിരിക്കോ. ചേട്ടാ, മറ്റേ പേസ്റ്റൽ കളർ ഉണ്ടല്ലോ, അതൊന്ന് എടുക്കാമോ? ഓക്കെ ഓക്കെ, ഇതാണ് പേസ്റ്റൽ കളേഴ്സ്. അല്ല, ഇതിനെത്ര റേറ്റ്? അത് പിന്നെ ഇത് കുറെ കളേഴ്സ് ഉണ്ടല്ലോ, അതുകൊണ്ടന്നെ ഒരു 300 സംതിങ് ഉണ്ടാവോ. അയ്യോ ചേട്ടാ, ഞങ്ങൾക്ക് ഇത്ര കളറൊന്നും വേണ്ട, ഒരു 3-4 കളേഴ്സ് മതി. അതിനുള്ള പൈസ തന്നാ മതിയാ? എന്താ മേഡം ഇത്, തമാശ കളിക്കാണോ? ഇത് 3 തന്നിട്ട് ബാക്കിയൊക്കെ ആര് കൊണ്ടുപോവാനാ? ഇതൊക്കെ ഒരു സെറ്റാ, അതുകൊണ്ട് മുഴുവനെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റൂ. നമ്മളെന്താ ചെയ്യാ? എന്റെ അടുത്താണെങ്കിൽ വേറെ 100 രൂപ ഉള്ളൂ. ഒരു കാര്യം ചെയ്യാം, എന്റെ മമ്മിയോട് ഞാൻ പറയാം. ഇവിടുത്തെ QR കോഡ് തന്നിട്ട് നമുക്ക് ഗൂഗിൾ പേ ചെയ്യാം. വെൽഡൻ ടിൻഡി മോളെ, വെൽഡൻ. നിന്റെ തലയിൽ ഇത്ര ആൾ താമസം ഉണ്ടായിരുന്നോ? കൊള്ളാം കൊള്ളാം. മതി മതി, തുടങ്ങി അവളെ വിക്ക്. ശരിന്നാ, നിന്റെ മമ്മിയോട് പെട്ടെന്ന് ഗൂഗിൾ പേ ചെയ്യാൻ പറയട്ടോ. QR കോഡ് ഞാൻ തരാം, ഇവിടുന്ന് ചോദിച്ചു നോക്കട്ടെ കേട്ടോ. ഓ, ഇവർ ഈ സംസാരം എപ്പോഴാ തീരുവാ? കുറെ നേരായല്ലോ മേഡം. പൈസക്ക് തരാം, പൈസക്ക് ഒരുപാടുണ്ടേ. കുറെ പൈസ ഉണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് കളേഴ്സ് ഇതുപോലെ അവൈലബിൾ ആണല്ലോ, അതൊന്ന് മേടിക്കാമോ? വല്ലാതെ ഓവറാവല്ലോ. അല്ല, ഇവിടുത്തെ QR കോഡ് ഉണ്ടോ? ഞങ്ങളുടെ പൈസക്ക് കുറെ ഉണ്ടായിട്ട് ഞങ്ങൾ ബാങ്കിൽ വെച്ചിരിക്കുക, അതുകൊണ്ടാ ജിപേ ചെയ്യാം. അതിനെന്താ, ഉണ്ടല്ലോ, എടുത്തു തരാം. ശരി ശരി. സിസിലി മാം, ഡ്രസ് അതൊക്കെ എടുത്തു തരാട്ടോ. ഓക്കേ ഓക്കേ മാം, എന്ത് ഭംഗിയുള്ള ഡ്രസ്സാണിത്, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ആണോടാ? പക്ഷേ ഇത് എനിക്ക് തോന്നിയിരുന്നു നിനക്കിത് ഇഷ്ടാവുന്ന. ബട്ട് എന്താ മിസ്സേ ബട്ട് എന്ന് പറയുന്നത്? അത് പിന്നെ കുറച്ച് കളർഫുൾ ആയി ഡ്രസ് ആവുമ്പോ ജഡ്ജസിന് ഒന്നും കൂടി ഇംപ്രസ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. അതെങ്ങനെ പറ്റും? നമ്മളിത് ആക്ച്വലി പല ഫംഗ്ഷന് പോകുമ്പോ ഇടല്ലോ, നമ്മളിത് ഒരു മത്സരത്തിന് വേണ്ടിട്ട് എടുക്കല്ലേ, അപ്പൊ അതിന്റേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. സോ എനിക്ക് തോന്നുന്നത് ഇത് ബ്രൈഡിനൊക്കെ ഇടുന്ന ഡ്രസ്സ് പോലെ ഉണ്ട്. സോ നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇടാം. ശരി എന്നാ, ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ശരി എന്നാ മാം അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. വെരി ഗുഡ്, വെരി ഗുഡ്. തേങ്ങ കൊല. മോളെ, ഈ ഡ്രസ് എങ്ങനെയുണ്ട്? ഈ പറ. സൂപ്പർ ആയിട്ടുണ്ട് മോളെ. അതെ ഞാൻ ഈ പറയണേ, എന്തോന്ന് അട്രാക്റ്റീവ്, ഇരുന്ന വാച്ചിനകത്ത് കുറവ്. പറഞ്ഞാലും കേൾക്കൂല. ഈ സിസിലി മാമിനെ വേണ്ടില്ലായിരുന്നു. സാരല്ല, അവര് പറയുന്നത് ചിലപ്പോ കാര്യമുണ്ടെങ്കിലോ. നീ ഒരു കാര്യം ചെയ്യ, അവര് പറയുന്ന പോലെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡ്രസ് ഇടാൻ നോക്ക്. സോ അവരിപ്പോ കൊണ്ടുവരും. പക്ഷെ അവർ കൊണ്ടുവരുന്ന അടുത്ത ഡ്രസ് എനിക്ക് ഇഷ്ടമായില്ലെങ്കിലോ? എന്റെ പൊന്ന് ജാസു, നീ ഇങ്ങനെ പെരുമാറല്ലേ. നിന്റെ ഇഷ്ടമല്ല നോക്കുന്നേ, ജഡ്ജസ് എങ്ങനെ ഇംപ്രസ് ആവുന്ന നോക്കുന്നേ. നിനക്ക് അവളെ മുന്നിൽ ജയിക്കണോ അല്ലെങ്കിൽ സ്കൂളിൽ പോണോ? അയ്യോ വേണ്ട വേണ്ട വേണ്ട. അയ്യോ അതൊന്നും എനിക്ക് അയക്കാൻ പറ്റില്ല. ഡ്രസ് ഏതാണ് ധരിക്കാം, പക്ഷേ സ്കൂളിൽ പോവാറിനാലേ ഓളെ മുന്നിൽ നിന്ന് നാണം കേടും. അതേപോലെ തന്നെ സ്കൂളിൽ പോകേണ്ടി വരും. അതാ ഞാൻ പറഞ്ഞേ. എങ്ങനെയുണ്ട് മാം? അത് പിന്നെ പറഞ്ഞിട്ട് ഇനി വേറെ ഡ്രസ് എടുപ്പിക്കുക. മനുഷ്യനാണെങ്കിൽ ഓരോ ഡ്രസ് ഉടുത്തെടുത്ത് മടുക്കാനല്ലാതെ ഒന്ന് സെലക്ട് ചെയ്യുന്നില്ലല്ലോ. മോളു, അത് പിന്നെ ഞാൻ പറയുന്നതിലോ കാര്യമുണ്ട് കേട്ടോ. എന്താ മാം, ഒന്ന് പറ. എന്തോ ഇത് നിനക്ക് അങ്ങനെ ചേരുന്നില്ലാതെ പോലെ എനിക്ക് ഫീൽ ചെയ്യാ. നോ നോ നോ, എനിക്ക് ഇത് തന്നെ മതി. അങ്ങനെ പറയലടാ, നമ്മള് നിനക്ക് ചേരുന്ന ഡ്രസ് ഇട്ടിട്ടുള്ള കാര്യമുള്ളൂ. ശരി എന്നാ വേറെ ഡ്രസ് കൊണ്ടുവാ. മോളോ, നിന്റെ സംസാര ശൈലിക്ക് മാറുന്നുണ്ട്. കുറെ നേരം ഞാൻ ശ്രദ്ധിക്കുന്നു. ഞാൻ നിന്റെ മാമാണ്, അതിന്റെ റെസ്പെക്ട് എനിക്ക് തന്നിരിക്കണം. ഓക്കേ മാം. ഇതെങ്ങനെയുണ്ട് മാം? വാവ്, സൂപ്പർ ആയിട്ടുണ്ട് മോളെ. ഇത് തന്നെ എടുത്തോ. ഇതിൽ കാണാൻ നിന്നെ പ്രത്യേക ഭംഗിയുണ്ട്. ശരി. എടി അങ്ങോട്ട് നോക്കുന്ന പിറകോട്ട്.
ബി കെയർഫുൾ. ഹലോ ഹലോ എന്തിനാ ചിരിക്കണേ? ഞങ്ങളെ ചിരിക്കാൻ വേണ്ടി വല്ലതും ചെയ്തോ? നിങ്ങൾ ചെയ്യാതെ തന്നെ നിങ്ങളെ മൂക്ക് കണ്ടാൽ തന്നെ ചിരിക്കും. ജോക്കർ പോലെയുണ്ട്. സോറി സോറി സോറി, ഞാൻ വന്ന കാര്യം പറയാൻ മറന്നു. ഞാൻ എങ്ങാനും ഈ മത്സരം ജയിക്കുകയാണെങ്കിൽ അറിയാലോ ബെറ്റ്, അത് എപ്പോഴും ഓർമ്മയിൽ വേണം. ഓക്കെ ഓക്കെ, എനിക്ക് അതന്നെ നിന്നോട് പറയല്ലേ. നിങ്ങൾ ഡ്രസ് ഒന്ന് കാണിച്ചു തരാം ഞങ്ങൾക്ക് പ്ലീസ്. അതിന്റെ ആവശ്യം എന്താ? ദാസു അവരോട് ഡ്രസ് കാണിക്കാൻ പറ, അവരതാ. എന്നിട്ട് നമുക്ക് പറയാം നമ്മളുടെ കാണിച്ചു തരാ പറഞ്ഞിട്ട് അവരങ്ങ് പറ്റിക്കാം. വെൽ ഡൺ ടിന്റുമോൾ, വെൽ ഡൺ. പക്ഷേ ഒരു പാലം വെച്ചാല് അങ്ങോട്ടും ഇങ്ങോട്ട് വേണല്ലോ. അപ്പോ എന്തായാലും നിങ്ങൾ ഡ്രസ് ആദ്യം കാണിക്കുക, എന്നിട്ട് ഞങ്ങൾ കാണിക്കാം. നിങ്ങൾ പറ്റിക്കോ? ഏയ് പറ്റിക്കേ ഞാനോ? ആ ഈ എന്നെ ഇല്ല എന്ന് പറഞ്ഞില്ലേ. മാരാതൊക്കെ കാണിച്ചു തരാൻ പറ്റും, നീ കാണിച്ചതാ. കൊണ്ടുവാ. ഇതുപോലത്തെ മണ്ടികൾ സ്വപ്നത്തിൽ മാത്രം. അല്ലടി ഇവരെന്താ ഇതുപോലത്തെ ഡ്രസ് വാങ്ങിച്ചിരിക്കണേ? അതാ ഞാനും അറിയിക്കണേ. ഇതെന്തോന്ന് ഡ്രസ്സാ ഇത്? ഒരു രസമില്ല കാണാന്. അത് നന്നായില്ലേ, എനിക്കിപ്പോ സിമ്പിൾ ആയിട്ട് ജയിക്കാം. അതെ അതെ. ഡ്രസ്. ഓക്കെ ഓക്കെ, ഇനി നിങ്ങൾക്ക് കാണിക്കാം. നിനക്ക് ആദ്യം ഡൗട്ടില്ലായിരുന്നോ ഞാൻ പറ്റിക്കെന്ന്? അതാ ഞാൻ ചെയ്യാൻ പോണേ. ബൈ. ഇപ്പൊ നമ്മളാരായി പൊട്ടന്മാരാ? അതെ അതെ, എനിക്ക് എപ്പോഴാ തോന്നിക്കണ ഓൾ നമ്മളെ പറ്റിക്കുന്ന. എനിക്ക് തോന്നിക്കണ പാവല വിചാരിച്ചിട്ട് കാണിച്ചു കൊടുത്തതാ. അല്ല പിന്നെ ചിഞ്ചുമോളെ നീ ഒരു കാര്യം ചെയ്യാ, പുറത്ത് പോയി ഇരിക്കേ. ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു സൂചന നീ തന്നാ മതി കേട്ടോ. ഓക്കെ ജാസു. നല്ല അടിപൊളി പണിയാണ് ഞാൻ കൊടുക്കണേ. ഇതല്ല അവളെ ബാഗ്, കാണിച്ചു തരാം ഞാന്. നീ ഇപ്പൊ അങ്ങനെ ഡ്രസ് ഇട്ടിട്ട് ചമ്മഞ്ഞിട്ട് വിന്നർ ആവണ്ട കേട്ടോ. സൂപ്പർ കളർ. അടുത്തിരുന്ന ഈ കളർ ആയിക്കോട്ടെ, റെഡ് കളർ കുറച്ചുകൂടി ബ്രൈറ്റ് ആയിക്കോളൂ. സിസ്ലി മാം പറഞ്ഞതുപോലെ തന്നെ ബ്രൈറ്റ് കളർ എടുത്തിട്ട് അവളങ്ങ് ഇംപ്രസ് ആവട്ടെ. ഈ കളേഴ്സ് കണ്ടിട്ട് അവളെ സ്റ്റേജിൽ വരുന്ന സമയത്ത് ഞാനൊരു രണ്ട് കണ്ടുകൊണ്ടു സന്തോഷിച്ച് കാണും. എന്റെ പൊന്നേ, എനിക്കിത് കാണാൻ കൊതിയാവുക. അതേപോലെ തന്നെ ജഡ്ജസ് ഒക്കെ അവളോട് ചീത്ത പറയുന്നതും അവിടുത്തെ എല്ലാ മിസ്സുമാര് കുട്ടികളെ കളിയാക്കുന്നതും എല്ലാം കാണാനായിട്ട് എനിക്ക് കൊതിയാവുക. എന്തായാലും ഇത്ര കളേഴ്സ് മതി. എടി ടിന്റു, ആരെങ്കിലൊക്കെ വരുന്നുണ്ടോ? ഇല്ല ഇല്ല. ഓക്കേ ഓക്കേ, എന്തായാലും ഈ ഡ്രസ് അവളെ ബാഗിൽ വെച്ചേക്കാം. ഓള് കണ്ടത് സർപ്രൈസ് ആവട്ടെ. അയ്യോ വെക്കല്ലേ വെക്കല്ലേ. എന്താണ് ടിന്റു? എനിക്ക് കുറച്ച് കളേഴ്സ് ഇടണം. ഓ അതിനായിരുന്നോ? ഞാൻ വിചാരിച്ചു ഞോളെ ഭാഗത്ത് നിന്നിട്ട് കളർ ഇടണ്ടെന്ന് പറയാൻ വരെ ഇരിക്കുന്നു. ഓക്കേ 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 ഓക്കേ, ഞാൻ ഇടാൻ പോവാണേ. കൊള്ളാം കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. ഹോളി പൗഡർ ഇട്ട പോലെ ഉണ്ട് ഓള് ഡ്രസ് ഇപ്പൊ കാണാന്. അതെ അതെ, ഓളെന്തായാലും തോൽക്കും, അത് ഉറപ്പാ. അത് പറയേണ്ട ആവശ്യമില്ല ടിന്റു മോളെ. രസമൊന്നുമില്ലല്ലേ ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്? അതെ ശ്രീ, ഇവിടെ വല്ല രീതിയിലൊന്നും ഡെക്കറേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ വിചാരിച്ചു നല്ല ഭംഗി ഉണ്ടാവുമെന്ന്. അതെ അതെ, നമ്മളൊരു ആന്റി എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണ്ട, നീ ഒന്ന് നേരെ നോക്കിയേ. കണ്ടു കണ്ടു, നമ്മൾ തന്നെ നോക്കിക്കൊണ്ടിരിക്കണേ. മേ ബി നമ്മുടെ ഓർണമെന്റ്സ് കണ്ടിട്ടായിരിക്കും ഇത്ര ഷോക്ക് ആയിരിക്കണേ. അതെ അതെ, അവർക്ക് അത്രയൊന്നും ഉണ്ടാവില്ലായിരിക്കും. ഇങ്ങോട്ട് തന്നെയാണല്ലോ വരുന്നത്. വരട്ടെ വരട്ടെ, നമുക്ക് കാണിച്ചു കൊടുക്കാം. ഹായ്. ആ ഹായിന്റെ ആവശ്യമൊന്നുമില്ല. എന്താ വേണ്ടേ? ഇവിടെ ഒരു മത്സരം ഉണ്ടായിരുന്നല്ലോ, അതിനു വേണ്ടി വന്നതാണ് നിങ്ങള്? എന്റെ മകൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അല്ലാതെ ആണോ? പേരെന്താ? പേരുന്നാടും വീടൊക്കെ നിങ്ങൾക്ക് എന്തിനാ? അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇവിടെ ആ മത്സരം നടക്കുന്ന സ്റ്റേജും കാര്യങ്ങളും എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഞാൻ ചോദിക്കണേ. നിങ്ങൾക്ക് അറിയാണെങ്കിൽ ഒന്ന് പറഞ്ഞുതരുമോ? നിങ്ങൾ ഓവറായിട്ട് സംസാരിക്കണ്ട. നിങ്ങൾക്ക് ഞങ്ങളെ കഴുത്തിലും കാതിലേക്ക് കാണുന്ന ഓർണമെന്റ്സ് കണ്ടല്ലേ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കണേ. അല്ലാതെ സ്റ്റേജിലേക്ക് പോണ വഴിക്ക് ഞങ്ങളോട് ചോദിച്ചിട്ടെന്തിനാ? ഞങ്ങൾ നിങ്ങളെ പോലെ ഫസ്റ്റ് ടൈം വരുന്നല്ലേ. ശരി ശരി, ഞാൻ നിങ്ങളെ കഴുത്തിലും കാതിലുള്ള ഓർണമെന്റ്സ് കണ്ടിട്ടില്ല. എന്റെ കഴുത്തിലും കാതിലേക്ക് ഉണ്ടല്ലോ. അല്ല പിന്നെ അല്ല, അതിനിപ്പോ തന്നെ ചിരിക്കണേ. ഞങ്ങൾ കഴുത്തിലേക്കല്ല ഓർണമെന്റ്സിന്റെ 1% നിങ്ങൾ എടുത്തോളൂ. ഉമ്മി എവിടെ പോയതായിരുന്നു? എവിടെയാണ് സാറ? സാറയുടെ ഒരുക്കിക്കൊണ്ട് ഇരിക്കാ ഉമ്മി. ആണോ? സാറ
അപ്പൊ ഇവരാണല്ലോ ആ സാറയുടെ ടീംസ്. അതെ അതെ, എനിക്ക് അത് തോന്നണേ. ആ പെൺകുട്ടി നല്ലോണം ഉപദ്രവിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ തന്നെ ശരിയാവൂല. അവരോട് സംസാരിച്ചിരുന്നോട്ടെ, നമുക്ക് ഇവിടുത്തെ പോവാം. അവര് പോയാ? ആരമ്മച്ചി? അത് പിന്നെ കുറച്ച് അഹങ്കാരികളായിട്ടുള്ള കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നടാ. ഞാൻ ശ്രദ്ധിച്ചില്ല. ആ, ശ്രദ്ധിക്കാത്തത് നല്ലത്. ഉമ്മച്ചി അങ്ങോട്ട് വാ. ഉമ്മച്ചി അവിടെ AC കെട്ടിട്ടുണ്ട്, അവിടെ വന്നിട്ട് ഇരുന്നോളൂ. ആഹാ, കൊള്ളാലോ, നല്ല ഗ്രാൻഡ്